Hi friends, welcome to Commerce Bites. I hope you people are all doing well. Moving to our motivation quote, strive for progress, not പെർഫെക്ഷൻ. നമ്മൾ പെർഫെക്ഷനിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ നമുക്ക് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇപ്പോഴത്തെ എയിം എന്ന് പറയുന്നത്, എൻ്റെ സ്റ്റുഡൻസിൻ്റെ എയിം ഇപ്പോൾ കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്, റൈറ്റ്? സോ നിങ്ങൾ ചെയ്യേണ്ടത് പെർഫെക്ഷൻ. എനിക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ശരിയാവണം എന്നുള്ളതിലല്ല നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ തെറ്റുന്നെങ്കിൽ തെറ്റിപ്പൊക്കോട്ടെ, ആ ഒരു തെറ്റ് നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോഴത്തെ നമ്മൾ കമ്മിങ് എക്സാമിൽ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളുടെ സക്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പെർഫെക്ഷൻ്റെ പുറകെ അല്ല പോകേണ്ടത്, പകരം പ്രോഗ്രസ്സിൻ്റെ പുറകെയാണ്. ഓക്കെ, ലാസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീനെ പറ്റിയാണ് വീഡിയോ ഇട്ടിരുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ബിക്കോസ് അത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് 100% ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ്. ഓക്കെ, സോ ഞാൻ ആ ഒരു വീഡിയോയിൽ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ്റെ 1968 അതുപോലെ തന്നെ 1986 ഞാനൊരു ജസ്റ്റ് ഒരു ബ്രീഫ് പിക്ചർ തന്നു. നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആണ്. ഈ ഒരു അടുത്ത് റീസെൻ്റായിട്ട് സൈൻ ചെയ്ത ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. സോ ആ ഒരു വീഡിയോയിൽ ഞാനൊരു 7 പോയിൻറ്റ്സ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരു റഫായിട്ടൊന്ന് റിവൈൻഡ് അടിക്കാം. ആൻഡ് ദ ബാലൻസ് വിൽ ബി ഡിസ്കസിങ് നൗ ഇൻ ദിസ് വീഡിയോ. എനിക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ വിൽ ബി കംപ്ലീറ്റിംഗ്. ഇപ്പോൾ ടൈം കുറച്ചധികം എടുക്കുന്നുണ്ടെങ്കിൽ വി വിൽ ബി ഹാവിങ് 1 more പാർട്ട് 3. ഓക്കെ, ഓൺ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇത് സ്കിപ്പാക്കാതെ കാണുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. കാരണം ഞാൻ ഒരു 30 to 35 പോയിൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ പറയുന്ന 35 പോയിൻറ്റ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ടൈമാണ് ഒരു ടോപ്പിക്കിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു 30-35 പോയിൻറ്റ്സ്, അതും റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 35 പോയിൻറ്റ്സ് പഠിച്ചിട്ട് അതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വി വിൽ ബി ഫീലിംഗ് ഹാപ്പി, റൈറ്റ്? എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഒരു 5 പോയിൻറ്റ്സ് മാത്രം എടുത്ത് ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങളോട് പറയാം. പക്ഷേ നമ്മളുടെ 100% ഇടുമ്പോൾ വി ആർ എക്സ്പെക്റ്റിംഗ് യുവർ 100%. ഓക്കെ, അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു പോയിൻറ്റ്സ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന പോയിൻറ്റ്സ് എല്ലാം നോട്ട് ഡൗൺ ചെയ്യുക നിങ്ങളുടെ നോട്ട്സിലേക്ക്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ ആഡ് ചെയ്യാത്ത പോയിൻറ്റ്സ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന ടൈമിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. സോ വിതൗട്ട് മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു അവർ ടോപ്പിക്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ലാസ്റ്റ് വീഡിയോയിൽ സ്പെസിഫൈ ചെയ്തതാണ്. ഈവൻ തോ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഇത് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഈ ഒരു സമയത്ത് 2020ലേക്ക് അവർ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു 5 years ബാക്ക് അവർ അതിൻ്റെ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 2 കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഈ 2 കമ്മിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ കൂടുതൽ ഫോക്കസ് ഈ 2 കമ്മിറ്റിക്ക് കൊടുക്കുക. TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി, അത് 2016, and the next committee is K. Kasturirangan committee, that was in 2019, inform the final draft. ഈ 2 കമ്മിറ്റിയും കൂടെ യോജിച്ചിട്ടാണ് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് പോകുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫൗണ്ടേഷണൽ പില്ലേഴ്സ്, നെടും തൂണുകൾ ആയിട്ട് 4 എണ്ണമാണ് ഉള്ളത്. ആ 4 നെടും തൂണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്, ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അമംഗ് ദ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ വരാം. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്നൊരു രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളാവും, അതുപോലെ തന്നെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. ബാക്ക് ടു അവർ ടോപ്പിക്, ഫൗണ്ടേഷണൽ പില്ലേഴ്സ് ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, അഫോർഡബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ 4 പില്ലേഴ്സാണ് ഈ ഒരു ഫൗണ്ടേഷണൽ പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് റീപ്ലേസ് 10+2 എന്ന ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ട് 5+3+3+4. ഓക്കെ, 5+3+3+4 ആ ഒരു രീതിയിലേക്കാണ് ഇനി ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏജ് കാറ്റഗറി വരുമ്പോൾ 3 to 8, 8 to 11, 11 to 14 and 14 to 18 ആ ഒരു കാറ്റഗറി ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ 5+3+3+4. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ECCE. ഓക്കെ,
ഈ ഒരു എംഫസൈസ് കൂടുതലായിട്ട് നടക്കുന്നത് അറൗണ്ട് ഒരു 2025 ആകുമ്പോഴേക്കും ഈ ഒരു പോളിസി വർക്കൗട്ട് ആവും എന്നാണ് പറയുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇവിടെ പറയുന്നത് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കാത്തൊരു ഏജ് ഗ്രൂപ്പാണ് 3 to 6 years, റൈറ്റ്? സോ ആ ഒരു ഏജ് ഗ്രൂപ്പിന് കൂടുതൽ ഫോക്കസ് കൊടുക്കും എന്നാണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ന്യൂ സിസ്റ്റം വരുമ്പോൾ 12 years ഓഫ് സ്കൂളിങ്ങും അതോടൊപ്പം 3 years ഓഫ് അംഗൻവാടിയാണ് അവർ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 12 years ഓഫ് സ്കൂളിങ്ങും അതുപോലെ 3 years ഓഫ് അംഗൻവാടി. ഓക്കെ, പിന്നെ ഇവിടെ കൂടുതൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 8 years വരെ, അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 to 8 എന്ന്, ആ ഒരു ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് അവിടെ NCERT ഡെവലപ്പ് ചെയ്യുന്നത് നാഷണൽ കരിക്കുലർ ആൻഡ് പെഡഗോഗിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, നാഷണൽ കരിക്കുലർ ആൻഡ് പെഡഗോഗിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ആ ഒരു ടേമും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഓക്കെ, ഇനി മൂവിങ് ടു ആർ ടോപ്പിക്സ് ഓഫ് ടുഡേ. ഇപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത 7 points നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അത് ഒന്നൊരു കണ്ടിന്യൂഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനൊരു ബ്രീഫ് പിക്ചർ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് കയറാം. ഈ ടൈമിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കോൾസ് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് സെറ്റിംഗ് അപ്പ് ദ നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി ബൈ MHRD. നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി, ലിറ്ററസിയും അതുപോലെ തന്നെ ന്യൂമറസി ഇൻ ദ സെൻസ് നമ്പേഴ്സിനെ പറ്റി കൂടുതൽ പഠിപ്പിക്കുന്ന രീതിയിൽ ഫോക്കസ് ഓൺ ഏർലി ലാംഗ്വേജ് ആൻഡ് മാത്സ് സ്കിൽസ്. അതാണ് അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചെറുപ്പം മുതലേ, അതായത് ഗ്രേഡ് 1 തുടങ്ങി 3 വരെ അവർ ഫോക്കസ് ചെയ്യുന്നത് ഈ ലാംഗ്വേജും അതുപോലെ തന്നെ മാത്സിനുള്ള സ്കിൽസും കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം, കൂടുതൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ. ആൻഡ് അത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇയർ എന്ന് പറയുന്നത് 2025 ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നാഷണൽ ബുക്ക് പ്രൊമോഷൻ പോളിസിയാണ്. ഓക്കെ, ഫോർമുലേറ്റഡ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊരു ഡെവലപ്മെൻറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നാഷണൽ ബുക്ക് പ്രൊമോഷൻ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അതിനെപ്പറ്റി ഇൻഡെപ്തായിട്ട് പഠിക്കേണ്ട. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ കുട്ടി പോയിൻറ്റ്സുകൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് അത് എല്ലാം പഠിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഏകദേശം ഒരു ഐഡിയ. ഓക്കെ, ഇതൊക്കെയാണ് പോയിൻറ്റ്സ്, ഇതൊക്കെയാണ് മെയിൻ പോയിൻറ്റ്സ്. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം ഒരു നോളജ് ഉണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങളെത്തും. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് point, that is National Curricular Framework for School Education 2021 developed by NCERT. അതായത് NCERT ആണ് ഈ ഒരു ടേം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്കീം നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ 2021. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഇസ്, ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലിറ്ററസി ന്യൂമറസി ആയിട്ടൊരു സ്കീം പറഞ്ഞു. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ബുക്ക് പ്രൊമോഷൻ സ്കീമിനെ പറ്റി പറഞ്ഞു. ആൻഡ് കരിക്കുലർ ഫ്രെയിംവർക്കിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ടീച്ചേഴ്സിനെ കുറിച്ച് പറയാം. ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളത് കോമൺ നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് ഡെവലപ്ഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ബൈ 2022. അപ്പോൾ ടീച്ചേഴ്സിനുള്ളത് 2022 കിടക്കുന്നത്. ഓക്കെ, സ്റ്റുഡൻസിനുള്ളത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അതും കുട്ടികൾക്കുള്ളത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 2025 ടീച്ചേഴ്സിനുള്ളത് ഈ ഒരു ഇയർ മാറിപ്പോരുത് കേട്ടോ. 2022 ആണ് നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ പറ്റി പറഞ്ഞു. സ്റ്റുഡൻസിനെ പറ്റി 3 പോയിൻ്റ് പറഞ്ഞു. ഒരെണ്ണം നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി പറഞ്ഞു. ആൻഡ് ബുക്ക് പ്രൊമോഷൻ പോളിസി പറഞ്ഞു. ആൻഡ് കരിക്കുലർ ഫ്രെയിംവർക്ക് പറഞ്ഞു. പിന്നെ ടീച്ചേഴ്സിനെ ഇപ്പോൾ പറഞ്ഞു നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ്. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് റിസർച്ചിനെ ബേസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിരിക്കും പഠിക്കാൻ. ഓക്കെ, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ വിൽ ബി ക്രിയേറ്റഡ് ആസ് എൻ അപെക്സ് ബോഡി ഫോർ ഫോസ്റ്ററിംഗ് എ സ്ട്രോങ് റിസർച്ച് കൾച്ചർ and building
റിസർച്ച് കപ്പാസിറ്റി അക്രോസ് ദ ഹയർ എഡ്യൂക്കേഷൻ, അതായത് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ റിസർച്ച് കൾച്ചറും അതുപോലെ തന്നെ റിസർച്ച് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ സ്പെസിഫൈ ചെയ്തിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അവർ 6% ഓഫ് GER, അതായത് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു എന്ന്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അവർ മേക്ക് ചെയ്യാൻ തന്നെ തുടങ്ങിയിട്ട് 5 ഇയേഴ്സായി. ഓക്കെ, സോ ആ ഒരു ടൈമിൽ ഈ ഒരു പോളിസി വരുന്ന ടൈമിൽ അവർ റെക്കോർഡ് ചെയ്തിരുന്ന ഒരു റേഷ്യോ ആണ് 26.3% GER, അതായത് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. അത് അക്കോർഡിംഗ് ടു ദ ഡേറ്റ അതിൻ്റെ ഇയർ വരുന്നത് 2018 ആണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് 2035 ആകുമ്പോഴേക്കും 50% ആക്കണം എന്നുള്ളതാണ് GER. ഈ ഒരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരാൻ കുറേയധികം ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റ് മറക്കാതിരിക്കാൻ നോക്കാം. 2035 50% GER, അതായത് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. അതൊന്ന് ജസ്റ്റ് ഒരു റെഡ് പെൻ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ എക്കണോമിക്കലി വീക്കർ സെഷൻ ക്വാട്ട. നമുക്കറിയാം എക്കണോമിക്കലി വീക്കർ സെഷൻസ് ഉണ്ട് എന്നുള്ളതും അവർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ടെന്നുള്ളതും. സോ അവർക്ക് വേണ്ടിയിട്ട് ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് വളരെയധികം കോമൺ ആയിട്ടും നമുക്കറിയാവുന്ന ഒരു പോയിൻ്റാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്കൂളിലേക്ക് നമ്മളൊരു അപ്പോയിൻമെൻറ്റിന് ട്രൈ ചെയ്യുകയാണ്. നമ്മൾ ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ചിലപ്പോൾ എഡ്യൂക്കേഷൻ വൈസ് നമ്മൾക്ക് 100% മാർക്കുണ്ട്. പക്ഷേ അവർ ചോദിക്കുന്ന ഒരു ക്യാപിറ്റേഷൻ ഫീസ് അവർ ചിലപ്പോൾ ആ ഒരു ടീച്ചർ പോസ്റ്റിന് അവർ ചോദിക്കുന്ന ഒരു 25 lakhs ആയിരിക്കാം, അല്ലെങ്കിൽ 20 lakhs ആയിരിക്കും. സോ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്ന ഒരു പോയിൻ്റ്, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറയുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് റെക്കമെൻഡ് ഓൺ അപ്പോയിൻമെൻറ്റ് ഓഫ് ടീച്ചേഴ്സ് ഫോർ ഗവൺമെൻറ് സ്കൂൾ ഷുഡ് ബി ഓട്ടോണമസ് ബോഡി ടു റിഡ്യൂസ് കറപ്ഷൻ. ഇതുപോലുള്ള കറപ്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ബോഡി. ഓക്കെ, ഒരാളും ഒരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ബോഡിയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കണതൊക്കെ അവരുടെ ഒരു പേഴ്സണൽ താല്പര്യം, എങ്ങനെയാണ് ആ ഒരു ടീച്ചർ പെർഫോം ചെയ്തത് ആ ഒരു ആസ്പെക്റ്റിലായിരിക്കും അവർ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? ദിസ് അസ് ടു റിഡ്യൂസ് കറപ്ഷൻ. നമുക്കറിയില്ല ഇനി ഫ്യൂച്ചറിലേക്ക് ആ ഒരു ഏരിയയും കൂടെ കറപ്റ്റഡ് ആവോ എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ് പ്രസൻറ്റ് ഈ ഒരു പോയിൻ്റ് ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നത്തെ ഒരു മെയിൻ പോയിൻ്റ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് ബോർഡ് എക്സാംസ് ബ്രോക്കൺ ഇൻറ്റു 2 ടു ടെസ്റ്റ് ദ കോർ കേപ്പബിലിറ്റീസ്. കോർ കേപ്പബിലിറ്റീസ് അറിയാൻ വേണ്ടിയിട്ട് ബോർഡ് എക്സാം 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഓക്കെ, the next point is upon UG എഡ്യൂക്കേഷൻ, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് UG എഡ്യൂക്കേഷൻ ക്യാൻ ബി 3 or 4 years വിത്ത് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 year നമ്മൾ UGC ഇപ്പോൾ BCom നമ്മൾ ചെയ്തു, അതിൻ്റെ 1 year കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. മേ ബി നമുക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമുക്ക് കോളേജ് ചേഞ്ച് ചെയ്യണമെന്നോ അക്കോർഡിംഗ് ടു അവർ ഇപ്പോൾ പേഴ്സണലി നമുക്ക് ഉണ്ടാവുന്ന ഓരോ സിറ്റുവേഷനിലും നമുക്ക് ഓരോ ചേഞ്ചസ് വരുമല്ലോ. സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡൽഹിയിലാണ്, എൻ്റെ BCom ഞാൻ ചെയ്തു. അപ്പോൾ 1 year കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു, എനിക്ക് കേരളയ്ക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ആ ഒരു വർഷം പോയി, അങ്ങനെ എനിക്ക് ഡ്രോപ്പ് ഔട്ട് ആവും. ഓക്കെ, ഞാൻ പിന്നീട് BComനോ അല്ലെങ്കിൽ BAക്കോ എന്തിനെങ്കിലും ഞാൻ നെക്സ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് പോയി, എൻ്റെ ഒരു വർഷം പോയിട്ടാണ് ഞാൻ നെക്സ്റ്റ് ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. റൈറ്റ്? സോ ഇപ്പോഴത്തെ ഒരു സ്കീം വെച്ച് വന്നിരിക്കുന്നത്, ഞാനിപ്പോൾ BCom ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രസൻ്റായിട്ട്. അപ്പോൾ ആ ഒരു 1 year കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ വഴി ആ ഒരു സ്കീമിലൂടെ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ആഫ്റ്റർ 1 year എനിക്ക് കിട്ടും. ഇപ്പോൾ 1 year കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കിപ്പ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ 2 year കഴിഞ്ഞിട്ടാണെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ആഫ്റ്റർ 2 year എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആൻഡ്
പിന്നീട് ഇപ്പോൾ ഡിഗ്രി ആഫ്റ്റർ 3 ഇയേഴ്സ് ആണെങ്കിൽ ആ ഒരു രീതിയിലും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് ബാച്ചിലർ വിത്ത് റിസർച്ച് ആഫ്റ്റർ 4 ഇയേഴ്സും നമ്മൾക്ക് കിട്ടും. ഓക്കെ, 4 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ഇയർ വിത്ത് റിസർച്ച് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഓൾ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്. വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിംഗ്. വി വിൽ ബി ബാക്ക് അറ്റ് ഈവനിങ് or at night. We will be uploading the next video on this topic itself. National Education Policy യുടെ ഒരു 10 to 12 പോയിൻറ്റ്സ് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഡോണ്ട് മിസ് ഔട്ട് ടു വാച്ച് ദിസ് വീഡിയോ ബിക്കോസ് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെയിനായിട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഇനി വേണം, എനിക്ക് ഈ ഒരു ടോപ്പിക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്ന ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഡെഫിനറ്റ്ലി ട്രൈയിങ് ടു പുട്ട് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് ഓർ വി വിൽ ബി ഇൻക്ലൂഡിങ് ദാറ്റ് ടോപ്പിക് ഇൻ അവർ വീഡിയോസ്. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് എന്താണോ ആവശ്യം, അവർക്ക് എന്താണോ വേണ്ടത്, ആ ഒരു രീതിയിലാണ് നമ്മൾ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ try to do if you have any topics to be discussed. With this note, we are concluding. Let's see in the next video. Till then, work hard and study well. Thank you.